ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിച്ചൊല്ലാം. രണ്ടായിരത്തി 2025 ആദ്യത്തെ വ്യാഴാഴ്ചയാണ് ഇന്ന്. കർത്താവിന് കരവടിച്ച ദിവസം. നന്ദി പറയുക. കഴിഞ്ഞൊരു വർഷം മുഴുവൻ കർത്താവിന്റെ കരുണ നമ്മുടെ ആലയത്തിൽ നിന്ന് എത്രയോ ജീവിതങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെന്നതെന്ന് നമുക്കറിയാം. അനേകം സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളും ദൈവം ഈ ഭവനത്തിൽ വസിക്കുന്നുവെന്ന അടയാളങ്ങളും അവിടുന്ന് കാണിച്ചു നൽകി. കൂടുതൽ വിശ്വാസത്തിൽ നമുക്ക് വളരുവാനും ഒരു പടി കൂടെ കടന്ന് ദൈവത്തെ സ്നേഹിക്കുവാനും കഴിഞ്ഞൊരു വർഷം നമ്മളെ അനുവദിച്ചു ദൈവം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നമുക്കൊരു പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ, ആദ്യത്തെ ഈ വ്യാഴാഴ്ചയിലേക്ക് കിടക്കുമ്പോൾ, കർത്താവ് നമുക്ക് ആദ്യം പറഞ്ഞു തരുന്ന ഒരു വചനം ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ അധ്യായം 50-ാമത്തെ തിരുവചനം. ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നമുക്ക് മധ്യേ സാക്ഷിയാണെന്ന് ഓർക്കുക. ഉൽപ്പത്തി പുസ്തകം 31-50-ാമത്തെ തിരുവചനം. ആരും നമ്മോട് കൂടെ ഇല്ലെങ്കിലും ദൈവം നമുക്ക് മധ്യേ സാക്ഷിയുണ്ടെന്ന് ഓർക്കുക. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കൂടെയുണ്ടാകുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു തന്നത്. നമുക്കറിയാം, ദൈവ കേന്ദ്രീകൃത ജീവിതത്തിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തെ അന്വേഷിച്ച മനുഷ്യൻ അവനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആദത്തിനും ഔവയ്ക്കും ദൈവത്തെ കണ്ടെത്താൻ പറ്റി, ദൈവത്തിന്റെ കൂടെ നടക്കാൻ പറ്റി, അവനോടൊത്ത് സയാനങ്ങളിൽ സഞ്ചരിക്കുവാൻ സാധിച്ചു. പക്ഷേ പാപം ചെയ്ത ദിവസം മുതൽ ദൈവം അവന്റെ കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് മുഴുവൻ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കാതെ പോയി. എങ്കിലും അവന്റെ സാന്നിധ്യം അവൻ ശക്തമായിട്ട് അനുഭവിച്ചു. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയിൽ മേഘസ്തംഭമായി, അവന്റെ മേഘസ്തംഭത്തിന് പിറകിൽ അവന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അഗ്നിഗോളങ്ങൾക്ക് പിന്നിൽ അവന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ ആ മേഘത്തിനപ്പുറം ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അബ്രഹാം ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബലിവസ്തുക്കളുടെ നടന്നു പോകുന്ന നിഴല് പോലെ പോയി അവന്റെ പിറകിൽ കണ്ടു എന്ന് പറയും. അങ്ങനെ എല്ലാ വിധത്തിലും മനുഷ്യന്റെ ദൃഷ്ടികളിൽ നിന്നും അല്പം ദൈവം മറഞ്ഞിരുന്നെങ്കിലും അവന്റെ സാന്നിധ്യം അനുഭവിച്ചിരുന്നു. കഴിഞ്ഞ ഒരു 2024 ഈ ദൈവിക സാന്നിധ്യം നമ്മൾ ഒത്തിരി അനുഭവിച്ചവരാണ്. ഇസ്രായേൽ ജനതയെ പോലെ തന്നെ നമ്മൾ അടുത്തറിഞ്ഞതാണ് ദൈവത്തെ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്താൻ നമുക്കാവില്ല, ഉറപ്പാണ്. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു വേദനയുണ്ടാകുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ദൈവമേ എന്താണിത്? നീ എവിടെയാണ്? നിന്റെ സാന്നിധ്യമില്ലാതെ പോകുന്നു. പക്ഷെ അപ്പോഴും അവൻ നമ്മോട് കൂടെയുണ്ടെന്നൊരു ബോധ്യത്തിലേക്ക് വളർന്നു വരുന്നതിനെയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുക. അതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെ തീർച്ചയായിട്ടും നമുക്ക് വെളിവാക്കി തരുന്ന ഒരു ദൈവമാക്കി മാറ്റുകയായിരുന്നു ബെത്ലഹേമിലെ പുൽക്കൂട്ട്. ഒരു കാലത്തും മുഴുവൻ ദൈവത്തെ മുഖാമുഖം കണ്ട മനുഷ്യൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവന്
നഗ്ന നേത്രങ്ങൾക്ക് കാണുവാനാവാതെ മറഞ്ഞിരിക്കുന്ന ദൈവമായിട്ട് മാറിയെങ്കിൽ ഇന്നിതാ ആ ദൈവം തന്നെ മനുഷ്യരൂപം എടുത്തുകൊണ്ട് നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും നമ്മോട് കൂടെ ജീവിക്കുവാനും അവൻ സ്വർഗം തുറന്നിറങ്ങി അവതരിച്ച ദിവസമാണല്ലോ നമ്മൾ 5 ദിവസം മുമ്പ് ആചരിച്ചത്. കാരണം ക്രിസ്തുമസ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യരൂപം എടുത്ത് ഭൂമിയിൽ വന്നതാണ്. ഏറ്റവും വലിയ സമ്മാനമാണ് ദൈവത്തിന്റെ. പിതാവ് തന്നെ പറയുന്നുണ്ട്, ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകനാഥനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. കാരണം മനുഷ്യന് ദൈവത്തെ കൊണ്ട് ആവശ്യമുണ്ട്. മനുഷ്യൻ ദൈവത്തെ അവന്റെ മക്കൾക്ക് അവനെ തിരിച്ച് തന്റെ മക്കളുടെ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവം അവതരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പിതാവ് മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ദൈവിക സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ വ്യക്തികൾ ബൈബിളിൽ ധാരാളമുണ്ട്. മറഞ്ഞിരിക്കുന്ന സാന്നിധ്യത്തെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം നോഹയോട് ദൈവം പറയുന്നു, നോഹേ, ഞാൻ പറയുന്ന ഒരു പെട്ടകമുണ്ടാക്കണം. നേരിട്ട് വന്ന് പറഞ്ഞതാണ്, ഞാൻ പറയുന്ന പോലെ നീ ഒരു പെട്ടകമുണ്ടാക്കണം. കാരണം ഈ ലോകത്തിന്റെ തിന്മകൾ അധികമായി ഇനി എനിക്ക് സഹിക്കുവാൻ സാധിക്കില്ല. ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കുവാൻ പോവുകയാണ്. പക്ഷെ എന്റെ മുൻപിൽ നീ മാത്രമുണ്ട്, ഒരു വിശ്വസ്തനായ മനുഷ്യൻ, നീതിമാനായ മനുഷ്യൻ, സത്യത്തിനും ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കത്തില്ല. മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തെ തെളിവാർന്ന കണ്ണുകളോടെ മനസ്സുകളോടെ കണ്ടപ്പോൾ നോഹയ്ക്ക് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിച്ചു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ സൂസന്നയുടെ കഥ പറയുന്നുണ്ട്. കൊല്ലുവാനായി കല്ലെടുക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നിന്നുകൊണ്ട്, അതായത് ചെയ്യാത്ത തെറ്റിനു വേണ്ടി ശിക്ഷിക്കപ്പെടുവാൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലും തന്നെ വേട്ടയാടുന്ന വ്യക്തികളുടെ മുൻപിലും നിൽക്കുമ്പോൾ സൂസന്ന കരങ്ങളുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അദൃശ്യനായ ദൈവം പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നീ മാത്രം എല്ലാം അറിയുന്നവനാണ്. അത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നു സൂസന്നയ്ക്ക്. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. അവനുള്ളിടത്തോളം കാലം തന്റെ ആത്മശരീരങ്ങൾക്ക് യാതൊരുവിധ വിപത്തും ആപത്തും സംഭവിക്കില്ല എന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് സൂസന്ന, അതുകൊണ്ട് അവൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, നിനക്കെല്ലാം അറിയാം. ജോബിന്റെ പുസ്തകമുണ്ട്. എല്ലാവരും വന്ന് ജോബിനെ കുറ്റം പറഞ്ഞപ്പോഴും ശരീരവും മനസ്സുമൊക്കെ തളർന്നുപോയി. രോഗത്താൽ ക്ഷീണിച്ച ശരീരം, വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ ദേഹം, സുഹൃത്തുക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും കുടുംബത്തിൽ നിന്നും അയൽക്കാരിൽ നിന്നുമൊക്കെ ഏറ്റെടുക്കുന്ന കുറ്റങ്ങളും അതിന്റെ മാനസികമായ വേദനകളും എല്ലാം പേറിക്കൊണ്ട് ദൈവമുണ്ടോ, അവനെ പോയി ആരാധിച്ച് മരിക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ പോലും ജോബ് പറഞ്ഞു, ദൈവം എനിക്ക് ഒത്തിരി നന്മകൾ തന്നിട്ടുണ്ട്. ദൈവം എനിക്ക് എന്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കത് പറ്റും, കാരണം ദൈവം അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന തിരിച്ചറിവ് ജോബിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ശക്തമായിട്ട് എല്ലാവരുടെയും മധ്യസ്ഥ നിന്ന് പറഞ്ഞു, ദൈവം എനിക്ക് നന്മകൾ തന്നു, ധാരാളം നന്മകൾ തന്നു. ഒരു ചെറിയ തിന്മ തന്നാൽ, ഒരു വേദന തന്നാൽ അത് ഞാൻ സ്വീകരിക്കേണ്ടതല്ലേ. മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്, മറിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ശരിക്കറിഞ്ഞ വ്യക്തികളാണ്. കഴിഞ്ഞൊരു വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ നോഹയെയും സൂസന്നയെയും ജോബിനെയും പോലെയുള്ള അനേകം അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. അനേകം അനുഭവങ്ങളുണ്ട്. ഒരു പുതുയുഗത്തിന്റെ ആദ്യ ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ, പുതുയുഗത്തിന്റെ അവസാന ദിവസം മുഴുവൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ ചിന്തിച്ചെടുത്ത തീരുമാനങ്ങളുണ്ടല്ലോ. ഒരു ജീവിതത്തിന്റെ ആരംഭം മുതൽ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ദേവാലയത്തിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഈ പുതിയുഗം ആരംഭിച്ചത്.
2024 ആരംഭിച്ചത് ഈ ആലയത്തിൽ വെച്ച് തന്നെയാണ്. ഈ ആലയത്തിലെ ശുശ്രൂഷകൾക്കിടയിലാണ് ഒരു പുതിയ യുഗം പിറന്നത്. നമ്മൾ ആരും മനസ്സിലാക്കിയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും നമ്മള് കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 12 മണി കടന്നുപോയത്. കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ശ്രദ്ധിച്ചില്ല, കാലം കടന്നു പോകും. പക്ഷെ ഞാൻ മാത്രം അന്ന് വായിച്ചു നോക്കി, എപ്പോഴാ സമയം എന്താ, ആ ദൈവം ആ സമയത്തൊന്ന് കാണുന്നല്ലോ. ഇപ്രാവശ്യം അതുപോലെ തന്നെ എല്ലാ മാസത്തിന്റെ ആദ്യ ദിവസവും എഴുന്നേറ്റാൽ ഉടനെ ആദ്യം കാണുന്ന കർത്താവിന്റെ രൂപത്തിലേക്ക് ഒരു നോട്ടമാണ്. തലേദിവസം മൊബൈൽ സെറ്റ് ചെയ്ത് വെക്കും. എഴുന്നേറ്റ ഉടനെ ആദ്യം കാണുന്നത് കർത്താവിന്റെ രൂപം. ഇതുപോലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ, പള്ളിയിലേക്ക് വരുമ്പോൾ കണ്ണടച്ചാ വരുന്നത്. കണ്ണടച്ചു അവിടെ നിന്നിട്ട് ആദ്യം നോക്കുന്നതും ഈ രൂപത്തിലേക്കാണ്. ഇതിനെ ഒന്ന് കണ്ടു കഴിയാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ സാക്രിസ്റ്റിൽ ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കും. ഇല്ലെന്ന് കഴിഞ്ഞാൽ കണ്ണു അടച്ച് നേരെ വന്ന് കർത്താവിനെ ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളവരെ നോക്കും. കാരണം എന്ത് ചോദിച്ചാൽ, ജീവിതത്തിന്റെ ആരംഭിക്കേണ്ടത് ദൈവത്തിന്റെ മുൻപിലാണ്, ദൈവത്തെ നോക്കിക്കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ പിന്നിലേക്കുള്ള ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ജോബിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കാത്ത നിമിഷങ്ങൾ എത്രയുണ്ടായിരുന്നു. നീ ചെയ്യരുതെന്ന് പറയുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ദൈവം ചെയ്യുവാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ച എത്രയോ കാര്യങ്ങളെ നമ്മൾ വെറുതെ കളഞ്ഞു, അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു, ആർക്കു വേണ്ടി ചെയ്യുന്നു? ഇല്ല, ജീവിതത്തിൽ എത്രയുണ്ട്. സുസന്നയെ പോലെ ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കും അബദ്ധങ്ങൾക്കുമൊക്കെ നടുവിൽ പരസ്പരം പങ്കുവെക്കാത്ത നിമിഷങ്ങളില്, പരസ്പരം മനസ്സിലാക്കാത്ത നിമിഷങ്ങളില് ഒക്കെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞ ഒരു വർഷം. കുടുംബജീവിതത്തിലാകുമ്പോൾ ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ എന്തേറെ വിള്ളലുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന എത്രയോ തീരുമാനങ്ങൾ, എത്രയോ സംസാരങ്ങൾ, എത്രയോ ഇണക്കങ്ങൾ, എത്രയോ പിണക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. ഈ പിണക്കങ്ങളുടെ ഇടയിലൊക്കെ നമ്മൾ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളും വിളിച്ചു പറഞ്ഞില്ലേ, സൂസന്നയെ പോലെ ദൈവമേ നിന്റെ സാന്നിധ്യം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നില്ലെന്ന് മാത്രം. ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. നോഹയെ പോലെ ദൈവം പറയുന്നത് കേൾക്കാൻ, ദൈവം പറയുന്ന അനുസരിക്കുവാൻ ഒരു മനസ്സ് എന്റെ ജീവിതത്തിൽ ഉടലെടുക്കണം. ഒരു പുതിയ യുഗത്തിലെ ആദ്യത്തെ തീരുമാനമായിരിക്കട്ടെ. ജോബിനെ പോലെ ഏതെല്ലാം വേദനകളുടെ മധ്യത്തിലൂടെ കടന്നുപോയാലും, രോഗങ്ങളുടെ മധ്യത്തിലൂടെ കടന്നുപോയാലും, പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും ദൈവം നിന്നെ വിട്ടിട്ടൊരു യാത്രയില്ല എന്ന് പറയുവാൻ തക്കവിധം നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുവരണം. പല മനുഷ്യരുടെയും ജീവിതത്തെ കഴിഞ്ഞ ഒരു വർഷം ഒരു മകൻ വന്ന് പറഞ്ഞിരുന്ന ഒരു സംഭവത്തെ ഓർക്കുകയാണ്. ഒരു പറഞ്ഞെന്ന് എനിക്ക് തോന്നുക, എങ്കിലും പറയുന്നു. ഇതാ, അപ്പൻ മരിച്ചുപോയി. വളരെ കൂടുതലായിട്ടുള്ള അടുത്തൊരു ബന്ധമായിരുന്നു. അതുവരെ പള്ളിയിൽ പോയിരുന്നവൻ, കുർബാന സ്വീകരിച്ചവൻ, എല്ലാത്തിനോടും അവൻ ഏറ്റവും നന്നായിട്ട് പ്രതികരിച്ചു. അപ്പന്റെ മരണത്തോടുകൂടെ അവന്റെ ജീവിതമാകെ താറുമാറായി. പള്ളിയില്ല, പ്രാർത്ഥനയില്ല, കുടുംബനോട്ടമില്ല, സുഹൃത്തുക്കളുടെ അടുക്കൽ പോകുന്നില്ല, സംസാരിക്കുന്നില്ല, ചിരിക്കുന്നില്ല, കരയുന്നില്ല. ആകെ തന്നെ ഒരു ബിംബം പോലെ, ഒരു പ്രതിമ പോലെ ഇരിക്കുന്ന ഒരു ജീവിതം. അമ്മ വന്ന് പറയും, എത്ര ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണെന്നോ, മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണെന്നോ അവന്റെ ജീവിതത്തിന് ഒരു ചിരി കാണാനായിട്ടാ കഴിഞ്ഞത്. എവിടെയാ പറ്റിപ്പോയത്? ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറയുവാൻ ജോബിന് സാധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വേദനകളും പ്രയാസങ്ങളിലും ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് എന്റെ ദൈവമേ നീ ഇതെനിക്ക് തന്ന സമ്മാനമാണെന്ന് ചിന്തിക്കുവാൻ പറ്റുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അപ്പോൾ നമ്മുടെ നഷ്ടങ്ങളെ നമ്മൾ ലാഭങ്ങളായി കാണുവാൻ പറ്റും. ലാഭങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തിരിയും. ഒന്ന് നഷ്ടപ്പെട്ടെങ്കിലേ മറ്റൊന്നുണ്ടാകുകയുള്ളൂ. ഒരു വിത്ത് അഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ജീവൻ ഉണ്ടാകൂ. അതുപോലെ തന്നെയാണ് നമ്മളും. എല്ലാ അനുഭവങ്ങളും അതുപോലെ നമ്മളെല്ലാവരും പുതിയ മുളയായിട്ട്, ശക്തിയുള്ള മുളയായിട്ട് തിരിച്ചു വരുവാൻ വേണ്ടി ദൈവം തരുന്ന കൃപ.
അപ്പൊ ഈ മനുഷ്യർ 3 പേരും അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് വളർന്നു. അതനുഭവിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തില് ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു. ദൈവത്തിൽ മാത്രം ശ്രദ്ധ മാത്രം ചെലുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ ഒന്നുമല്ല, ഇതെല്ലാം കടന്നു പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കടന്നുപോയ 3 ജീവിതങ്ങളെ വെറുതെ എടുത്ത് പറഞ്ഞെന്നേ ഉള്ളൂ. ഇനിയും ബൈബിളിലെ ഇഷ്ടംപോലെ ജീവിതങ്ങളുണ്ട്. എങ്കിൽ തന്നെയും ഒന്ന് ആലോചിക്കുക, ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും ഇത് തന്നെയാണ് ഈ ഒരു വർഷം മുഴുവൻ കടന്നു വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, പക്ഷെ നമ്മളിലുണ്ടാവും. ഈ വർഷവും നമ്മൾ കലഹം ഉണ്ടാക്കും, അടിയുണ്ടാക്കും, ഇല്ലേ? കുടുംബജീവിതത്തിൽ എല്ലാം സംഭവിക്കും. ഇണക്കങ്ങൾ, പിണക്കങ്ങൾ എല്ലാം സംഭവിക്കും. പക്ഷെ ഇതിന്റെ ഇണക്കങ്ങളുടെ പിണക്കുകളുടെ മധ്യേ ഓർക്കുക, ഇതിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളെ ശക്തിപ്പെടുത്താൻ, ഞങ്ങളെ ഒന്നിപ്പിക്കുവാൻ, മുൻപോട്ടുള്ള യാത്രയിൽ കരുത്തേകാൻ, ഒരു കൂട്ടായി ശക്തമായി മുൻപോട്ട് പോകുവാനുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കഴിഞ്ഞ വർഷത്തിന്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് പുതിയ യുഗത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ശക്തിയായിട്ട് ചിന്തിക്കണം, ഏതവസ്ഥയിലും ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. വചനം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണല്ലോ. ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. എല്ലാം ദൈവം അറിയുന്നു. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടിയുള്ള ഒരു പുതുവർഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പ്രത്യാശ മാത്രം നിറഞ്ഞ സ്വപ്നങ്ങളുള്ള, പ്രതീക്ഷകളുള്ള ഒരു പുതുയുഗത്തിലേക്ക് കടക്കുക. ഇന്ന് രാവിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. അതിങ്ങനെയാണ്: ഒരു പുതിയ യുഗത്തിൽ നമ്മളെ നയിക്കുന്നത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. ഒരു പുതിയ യുഗത്തിൽ നമുക്ക് സന്തോഷം നൽകുന്നത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചെയ്യുക. ഒരു മെസ്സേജ് ഇന്ന് രാവിലെ വന്നതാണ്. ആലോചിച്ചപ്പോൾ എത്രയോ മനോഹരമായ ഒരു പുതിയുഗ സന്ദേശം. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ആണ് നമ്മളെ യഥാർത്ഥത്തിൽ നന്മ തിന്മകളിലേക്ക് കൊണ്ടുപോകുക. ജോബിനെ സംബന്ധിച്ച് 2 തരത്തിൽ പ്രതികരിക്കാമായിരുന്നു. ദൈവത്തെ വിട്ടുപേക്ഷിക്കാമായിരുന്നു, ദൈവത്തിന്റെ കൂടെ നിൽക്കാമായിരുന്നു. ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത് ദൈവത്തെ വിട്ടുപേക്ഷിച്ചു പോകാനാണ്. പക്ഷേ ജോബ് ദൈവത്തെ കൂട്ടുപിടിച്ചു. അവന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഒരു പുതുയുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വളർന്നു വരിക. ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോവുക? കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? ദാവീദ് രാജാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശക്തനായ രാജാവാണ്. എല്ലാ ജനതകളെയും ഭരിക്കുവാൻ തക്കവിധം കഴിവുണ്ടായിരുന്നു. തനിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വന്ന എല്ലാ ശത്രു സൈന്യങ്ങളെയും വെട്ടിവേറ്റി അതിൽ വിജയം വരിക്കാൻ കഴിവുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആ രാജാവിന്റെ കഴിവുകളെല്ലാം പോയി. എവിടെ അവൻ വെറും തൃണതുല്യമായിട്ട് മാറി, ഒരു പുല്ലുപോലും വിലയില്ലാത്തവനായി മാറി. അവന്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ, അവന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ, അവന്റെ ജീവിതത്തില് അവനെ തന്നെ ദൈവമായിട്ട് കണ്ട നിമിഷങ്ങളിൽ അവന്റെ പഠനം ആരംഭിച്ചു. ഈ ഒരു വർഷം നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ കൂടെ ഉണ്ടാവണം. ദൈവം നമ്മളെ സൃഷ്ടിച്ചതും ദൈവം നമ്മളെ പരിപാലിക്കുന്നതും അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഇസ്രായേൽ ജനതയുടെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇസ്രായേൽ ജനതയെ ഞാൻ അനുഗ്രഹിക്കും, ഇസ്രായേൽ ജനതയെ ഞാൻ സന്തോഷിപ്പിക്കും, എല്ലാവിധത്തിലുള്ള അപകടത്തിൽ ഞാൻ സംരക്ഷിക്കും, അവരുടെ ഇടയിൽ എന്റെ നാമം ഞാൻ ഉറപ്പിക്കും, അപ്പോൾ അവർ രക്ഷപ്പെടും. എപ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുക? ദൈവനാമം ഇസ്രായേൽ ജനതയുടെ മധ്യത്തിൽ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവരെ രക്ഷിക്കും.
അതുപോലെ തന്നെ ഈ പുതുയുഗത്തിൽ ദൈവം നമ്മോട് പറയുക, എന്റെ നാമം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പിക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. എന്റെ നാമത്തിന്റെ സന്നിധിയിൽ എന്റെ സാന്നിധ്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. എന്റെ നാമത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. എന്റെ നാമത്തിന്റെ ശക്തിയിൽ നിങ്ങൾ ചരിക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. ഒരു പുതുയുഗ സന്ദേശം ദൈവത്തോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഉറച്ചു നിൽക്കുക, നമ്മുടെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുക. ദാവീദ് രാജാവ് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ ദൈവം അവനെ സ്വീകരിക്കുന്നു. ഒരു മടിയും കൂടാതെ ദൈവം സ്വീകരിക്കും. കാരണം അവൻ അത്ര ദയാലുവാണ്. ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ പഠിപ്പിച്ചതും അതാണ്. ധൂർത്തപുത്രൻ പറഞ്ഞത്, എനിക്ക് വെറും ദാസന്റെ രൂപം തന്നാ മതി, എന്നെ വെറും ദാസനായിട്ട് കണ്ടാ മതി. പക്ഷെ അപ്പം പറഞ്ഞു, നീ ദാസനല്ല, നീ പുത്രനാ. നിനക്ക് ഞാൻ ദാസന്റെ സ്ഥാനമല്ല, പുത്രന്റെ സ്ഥാനമാ തരുന്നത്. ഒരു തിരിച്ചു വരവ് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന പുത്രസ്ഥാനത്തിൽ നിന്ന് വീണ്ടും ആ പുത്രസ്ഥാനം നമുക്ക് തിരിച്ചു തരുന്ന ഒരു ദൈവം. ദാവീദ് രാജാവ് അവന്റെ തെറ്റുകൾ തിരുത്തി തിരിച്ചു വന്നപ്പോൾ സ്വീകരിച്ച ദൈവം ധൂർത്തപുത്രൻ തന്റെ തെറ്റുകളെ മനസ്സിലാക്കി തിരിച്ചു വന്നപ്പോൾ കൊടുത്തതുപോലെ തന്നെ ദൈവപുത്ര സ്ഥാനമാണ് നൽകപ്പെടുക. സ്നേഹമുള്ളവരെ, ഈ ഒരു പുതുയുഗത്തിൽ തെറ്റുകളില്ലാത്ത മനുഷ്യരില്ല. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, പാപികളാണെന്ന് ബോധ്യമുണ്ട് നമുക്ക്. ഒരു പുതുയുഗത്തിലും നമ്മൾ തെറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും മനസ്സിൽ ഒരു കാര്യം തിരിച്ചിടുക, ദൈവം എന്നെ പുത്രനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, മമോദിസ ജലം എന്റെ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ, ഞാൻ ദൈവപുത്രൻ എന്ന ഒരു സീൽ എന്റെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എപ്പോൾ വേണേലും എനിക്ക് തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്നൊരു ദൈവം എന്റെ കൂടെയുണ്ട്. വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്, അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ചും വിഷമിക്കരുത്. നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളെ ഓർത്ത് നമ്മൾ കരയരുത്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്ന് പറയുക, എന്തിനാച്ച കുമ്പസാരിക്കുന്നത്, എന്തിനാച്ച കുമ്പസാരിക്കുന്നത്? വെറുതെ ചോദിച്ചതാ, ക്രിസ്മസ് അല്ലേ മോനെ, നീ കുമ്പസാരിച്ചോ? എന്തിനാച്ച കുമ്പസാരിക്കുന്ന? ആദ്യത്തെ ചോദ്യം. എന്ത് പറ്റി? ഈ കുമ്പസാരം കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ പാപത്തിലേക്കല്ലേ പോകുന്നത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ അച്ഛന്മാരെയും ദൈവത്തെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? പറഞ്ഞു നമ്മൾ ആദ്യം ദൈവ കേന്ദ്രീകൃത ജീവിതത്തിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് പോകുന്നതിന്റെ ഒരു പടിയാണ്. എന്തിനാ ഞാൻ തെറ്റുകൾ തിരുത്തുക? അതാണ് ആവശ്യം. അതാണ് അവൻ ചോദിക്കുന്നത്. എന്തിനാ ഞാൻ തെറ്റുകൾ തിരുത്തുക? എന്തിനാണ് ഞാൻ വിശുദ്ധരായിട്ട് ജീവിക്കുക? എന്തിനു വേണ്ടി ഇതെല്ലാം ഞാൻ ചെയ്യുന്നു? മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതം വരുമ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ദൈവത്തെ കേന്ദ്രീകരിച്ചൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് തീർച്ചയായിട്ടും അനിവാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ തെറ്റിലേക്ക് വീണു പോകുന്നതിനോർത്തല്ല, തെറ്റുകളെ മനസ്സിലാക്കി തിരിച്ചു വന്ന് എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് ഞാനും എന്റെ ദൈവവും തമ്മിൽ ഉണ്ടായിരുന്ന മുറിയപ്പെട്ട ബന്ധത്തെ വീണ്ടെടുക്കാനായിട്ട് പരിശ്രമിക്കുക. ഈ ഒരു ബന്ധം വീണ്ടെടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ ഒരു വർഷം മുഴുവൻ മുൻപോട്ട് പോവേണ്ടത്. അല്ലാതെ നമ്മള് ഒരു ദൈവം വേണ്ട, ഞാൻ പാപിയാണ്, ഇനിയും പാപം ചെയ്യും, ഇനിയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. അതുകൊണ്ട് ഒരു പുതുയുഗത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ദൈവിക സന്നിധിയിൽ അകന്നു പോയാലും എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി വരുവാൻ ഒരു അഭിവാഞ്ച എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. തെറ്റുകൾ ഉണ്ടാകുമ്പോഴും പാപത്തിലേക്ക് വീഴുമ്പോഴും ആ ചെളിക്കൊഴിയിൽ വീണ് കിടക്കുമ്പോഴും ഇതാ നിന്നെ എടുത്തുപൊക്കാൻ, നിന്റെ ആ ചെളിയിൽ നിന്ന് നിന്നെ കഴുകിയെടുക്കുവാൻ ഒരു വിശുദ്ധ കുമ്പസാരമുണ്ട് എന്ന ചിന്തയുണ്ടാവണം. ഒരിക്കലും നിന്നെ വീണ് കിടക്കുന്നിടത്ത് കിടക്കാനോ നിന്റെ ദേഹത്തെ ചെളികൾ കഴുകിക്കളയാതിരിക്കുവാനോ അല്ല ദൈവം കുദാശകൾ സ്ഥാപിച്ചത്. മറിച്ച് അതിനെ കഴുകിക്കളഞ്ഞ് നിന്നെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് പുതുയുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ കുദാശ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. എത്രമാത്രം ശ്രേഷ്ഠമായ കുദാശകൾ നമ്മൾ വെറുതെ ഉപയോഗപ്പെടുത്താതെ കടന്നു പോകുന്നു.
എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയപ്പെട്ട സമയങ്ങളാണ്. ദൂതപുത്രൻ തന്റെ ജീവിതത്തെ ഓർത്തുകൊണ്ട് കുമ്പസാരം നടത്തുന്നുണ്ട്. ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകും. അതാണ് അവന്റെ കുമ്പസാരം, പൂർണ്ണമായൊരു അർത്ഥത്തിലൊരു കുമ്പസാരം. ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകും. കാരണം അവന് മനസ്സിലായി, താൻ പിതാവിൽ നിന്ന് അകന്നപ്പോൾ, ആ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ തന്റെ ഇപ്പോഴത്തെ അവസ്ഥ പന്നികളുടെ അവസ്ഥകളെക്കാളും അധപ്പതിച്ച ഒരു അവസ്ഥയാണെന്ന് ഒരു തിരിച്ചറിവ് അവൻ ദൈവത്തിന് മുമ്പിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ അവന്റെ കുമ്പസാരം നടന്നു കഴിഞ്ഞു. ഏറ്റവും വലിയ അനുതാപത്തിന്റെ കുമ്പസാരം. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഒരു പുതുയുഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ചിന്തയുണ്ടാവണം. എന്റെ ദൈവം ഒരിക്കലും എന്നെ പാപത്തിന്റെ ചെളിയിൽ ഇങ്ങനെ കിടത്താൻ അനുവദിക്കില്ല, എന്റെ വീഴ്ചകൾ ഇങ്ങനെ ഇടക്കാൻ അനുവദിക്കില്ല. അവന്റെ ശരീരവും അവന്റെ രക്തവും കൊണ്ട് എന്റെ പാപത്തിന്റെ കറകളെ കഴുകി അവൻ വിശുദ്ധീകരിച്ച് നിർമ്മലമുള്ള ഒരു ഹൃദയമാക്കി ഒരു നിർമ്മല ജീവിതം നയിക്കുവാൻ എന്നെ അനുവദിക്കും എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ആഴപ്പെട്ടുണ്ടാവണം. ഒരിക്കലും അകന്നു പോകാത്തൊരു ദൈവം. ആകെ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ വർഷത്തിന്റെ ആദ്യം ബലിയർപ്പിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇതാ: ദൈവമേ, ഞാൻ അകന്നു പോകാം, പക്ഷെ നീ അകന്നു പോകരുതേ. ഒരേ ഒരു പ്രാർത്ഥന. ദൈവമേ, ഞാൻ അകന്നു പോകാം, ബലഹീനതകളുണ്ട്, മനുഷ്യനാണ്, ഞാൻ അകന്നു പോകാം, പക്ഷേ ഈ ഒരു വർഷം മുഴുവൻ എന്നിൽ നിന്ന് അകന്നു പോകരുത്. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മൾ മനുഷ്യരാണ്, അകന്നു പോകാൻ ഏറെ സാധ്യതകളുള്ളവരാണ്. എത്രമാത്രം സ്നേഹത്തോടുകൂടി എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചാലും നിസ്സാര നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ സ്നേഹം പൊലിഞ്ഞു പോവാം. ജീവിതത്തിന്റെ സമ്പത്തിന് മുമ്പിൽ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തിൽ അകന്നു പോവാം. സന്തോഷങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അകന്നു പോവാം. വേദനകളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ അകന്നു പോവാം. എങ്കിലും നീ അകന്നു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു വർഷം മുഴുവൻ നമ്മൾ അങ്ങനെ അതിനെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ അകന്നു പോവാം, പക്ഷേ നീ എന്നിൽ നിന്ന് അകന്നു പോവരുത്. ദൈവം നമ്മോട് പറയുന്ന വചനം ശക്തമായി ഒരിക്കൽ കൂടെ നമ്മൾ കേൾക്കുകയാണ്. ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നമുക്ക് മധ്യേ സാക്ഷിയായിട്ടുണ്ട്. ആരും നമ്മുടെ കൂടെ വേണ്ട. നമ്മുടെ ഈ 25 വർഷകാലത്ത് ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാലും പ്രയാസപ്പെടേണ്ട, അകന്നു പോയാലും പ്രയാസപ്പെടേണ്ട, നമ്മളെ ഉപേക്ഷിച്ചു പോയാലും പ്രയാസപ്പെടേണ്ട. ദൈവം എന്റെ കൂടെയുണ്ട്. ഒരു പുതുവർഷം മുഴുവൻ ദൈവം എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്കൊരിക്കലും നിരാശയിലേക്കോ എനിക്കൊരിക്കലും സമാധാനമില്ലാത്ത അവസ്ഥയിലേക്കോ കടന്നു പോകാൻ സാധിക്കില്ല. ദൈവം ശക്തമായിട്ട് പറയുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരു സഹയാത്രികനാണ്. മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ദൈവം യാത്ര ചെയ്ത് അങ്ങനെ പഠിപ്പിച്ചത്. എല്ലാം ഉപേക്ഷിച്ച് എല്ലാ വിധത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ അകന്നുപോയി ഇത്രയും നാൾ തങ്ങൾ പ്രഘോഷിച്ചവൻ, കൂടെ നിന്നവൻ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ ഇതാ ഒരു കല്ലറയുടെ കീഴിൽ അടക്കം ചെയ്തപ്പോൾ, അതിന് കാവൽ നിന്നപ്പോൾ അവരെല്ലാം ഓർത്തു പോയി, എല്ലാം തീർന്നു. ഒരാള് മീൻ പിടിക്കാൻ പോയി, ഒരാള് എമ്മാവൂസിലേക്ക് പോയി, മറ്റുള്ളവരൊക്കെ തങ്ങളുടെ പണിക്ക് പോയി. ഏതെല്ലാം പണികൾ അവർ ചെയ്തിരുന്നോ ആ പണികളിലേക്കെല്ലാം അവർ തിരിച്ചുപോയി. പക്ഷെ ദൈവം അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, എന്തു മണ്ടന്മാരാ നിങ്ങൾ. ദൈവവചനത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു, ഇതാണ് ദൈവം നിങ്ങളെ പഠിപ്പിച്ചത്, മനസ്സിലായോ? മാത്രമല്ല ആദ്യത്തെ ബലി അവിടുന്ന് അർപ്പിക്കുകയും ചെയ്തു. അവരുടെ മുൻപിൽ വെച്ച് സന്ധ്യയായപ്പോൾ അപ്പമെടുത്തവൻ ഭാഗിച്ചു കൊടുത്തു പറഞ്ഞു, ഇതാ വാങ്ങി ഭക്ഷിക്കുക. അപ്പോഴവരുടെ കണ്ണുകൾ തുറന്നു. അകന്നു പോകുന്ന മനുഷ്യന്റെ മുമ്പിൽ കൂടെ നിന്നുകൊണ്ട് തന്നെ മുറിച്ചു നൽകുന്ന ഒരു ദൈവമുണ്ട്. ഈ 2025 നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അകന്നു പോയാലും കൂടെ നടന്ന് നമ്മൾ തന്നെ നമുക്ക് ബലിയായി നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം. എവിടെ പോയാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ അടുത്തുണ്ട്.
സ്നേഹമുള്ളവരെ, ഈ ഒരു സാന്നിധ്യത്തില് വളരുവാൻ ഈ ഒരു വർഷം മുഴുവൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ എവിടെ പോയാൽ എങ്ങനെ പോയാൽ ദൈവം എന്റെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യത്തില് മുൻപോട്ട് പോകുക. ആ ഒരു ബോധ്യത്തില് ഈ വർഷം മുഴുവൻ ജീവിച്ചു തീർക്കുക. കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അകന്നു പോയാലും കർത്താവേ, നീ എന്നിൽ നിന്ന് അകന്നു പോകരുതേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവം അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നമ്മുടെ ജീവിതത്തില് ഈ ഒരു വർഷം മുഴുവൻ അനുഭവിക്കുവാൻ സാധിക്കട്ടെ. ദൈവം എന്റെ കൂടെയുണ്ട്. ഒരിക്കലും അകന്നു പോകാത്ത ഒരു ദൈവമുണ്ട്. അവൻ എന്റെ മധ്യയുണ്ട്. അവനിൽ വേണ്ടി ജീവിക്കുവാൻ, അവനായി ജീവിക്കുവാൻ എനിക്ക് സാധിക്കട്ടെ. അപ്പോൾ ഞാനും ഒരു വിശുദ്ധനായി രൂപാന്തരപ്പെടും. ഈ ഒരു വർഷം വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ എനിക്ക് സാധിക്കും. കഴിഞ്ഞ വർഷത്തെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കും. അവന്റെ വചനങ്ങളെ അനുസരിക്കുവാൻ സാധിക്കും. അവന്റെ വചനത്തിന് വേണ്ടി ജീവിക്കുവാൻ സാധിക്കും. അതിനുള്ള കൃപാവരത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെയും കർമ്മല മാതാവിന്റെയും അമ്മ ത്രേസ്യയുടെയും മാധ്യസ്ഥവും സംരക്ഷണവും ഈ ഒരു വർഷം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവർ നമ്മളെ നയിക്കട്ടെ. അങ്ങനെ ഈശോയിലേക്ക് നടന്നെടുക്കുവാൻ ഈ രണ്ട് വിശുദ്ധർ നമ്മുടെ ഇടവും വലവും നിന്നുകൊണ്ട് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഈ പുതിയുഗത്തിന്റെ മംഗളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം നേരുകയും ചെയ്യുന്നു. ദൈവം ഈ ഒരു വർഷം മുഴുവൻ അനുഗ്രഹത്തിന്റെ വർഷമായി, ദൈവ സമാധാനത്തിന്റെ വർഷമായി, ദൈവാനുഭവത്തിന്റെ വർഷമായി, അനുഗ്രഹത്തിന്റെ വർഷമായി, കൂടെയുള്ള സാന്നിധ്യത്തിന്റെ വർഷമായി മാറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തെ നമുക്കൊന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരാം. മനുഷ്യ കേന്ദ്രീകൃത ജീവിതത്തിൽ നിന്ന് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ. നമ്മുടെ ഇഷ്ടങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അല്ല പ്രാധാന്യം, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കും ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്കുമാണ് പ്രാധാന്യം. മനുഷ്യനല്ല, ദൈവമാണ് നമ്മളെ നയിക്കേണ്ടത്. ദൈവവചനമാണ് നമ്മുടെ പാദങ്ങൾക്ക് ദീപമാവേണ്ടത്, നമ്മുടെ ഇരുളടഞ്ഞ യാത്രയിൽ പ്രകാശമാക്കേണ്ടത്. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഏത് വേദനകളുടെയും പ്രയാസങ്ങളുടെ മധ്യ അവന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവരിന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ബോധ്യത്തിലേക്ക് വരട്ടെ. മവൂസിലേക്ക് പോയ ശിഷ്യന്മാർ കൂടെ നടന്നുകൊണ്ട് അവൻ അവരെ തന്നെ വെളിവാക്കി കൊടുത്തതുപോലെ, അവർ ദൈവത്തെങ്കിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് പോലെ നമുക്കും അകന്നു പോകുന്ന നിമിഷങ്ങളിൽ കൂടെയുണ്ടാകുന്ന ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഞാൻ അകന്നു പോകുന്നു എന്ന ബോധ്യത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമെന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം ആ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി.